കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിമാരെന്നും സതീശൻ അവരെ അപമാനിക്കുന്നത് കാണുന്നില്ലേ? കഴിഞ്ഞ ദിവസം ഒരു ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് ഏതോ ഒരു ചീഫ് ജസ്റ്റിസ് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്ന് കോടതിയുടെ വിധി പ്രസ്താവം പറഞ്ഞ ജഡ്ജി അദ്ദേഹം അധിക്ഷേപിച്ചു. ഇന്നിപ്പോ ശബരിമല ദേവസ്വം ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. SITയുടെ അന്വേഷണം പൂർണ്ണ തൃപ്തികരമാണ്. ഉടനടി സതീശൻ സിംഗിൾ ബെഞ്ച് ജഡ്ജി ജാമ്യാപേക്ഷ പരിഗണിക്കുക മാത്രം ഉദ്ദേശമുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രം മുന്നിൽ വരുന്ന സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ വിധി ഉയർത്തിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്. ഏത് ഡിവിഷൻ ബെഞ്ചെന്ന് അതിനെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ സതീശന് ജഡ്ജിമാരെ പോലും പുല്ലുവില കൽപ്പിക്കുകയാണ്. കേരളത്തിലെ ജുഡീഷ്യറിയെ ഇങ്ങനെ അവഹേളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ജഡ്ജിമാർ ശ്രദ്ധിക്കുന്നില്ലേ? ഇതിനെ സംബന്ധിച്ച് അവർ എന്തുകൊണ്ടാണ് ഒരു പരസ്യ താക്കീത് പോലും കൊടുക്കാൻ തയ്യാറാകാത്തത്? ഇന്നത്തെ പച്ച കള്ളമാണ്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പുറത്തേക്ക് വന്നപ്പോൾ ആ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഒന്നുമല്ല, അവർക്കൊരു ചുക്കും അറിയില്ല. സിംഗിൾ ബെഞ്ചിന്റെ വിധി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അദ്ദേഹം ചില നുണകൾ പറയുമ്പോഴാണ് തിരിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ സിംഗിൾ ബെഞ്ച് ജഡ്ജിമെന്റ് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ മാത്രം പരിഗണിക്കുക മാത്രമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അതിനപ്പുറത്തേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസും പരിഗണിക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ്. 2 അംഗ ജഡ്ജിമാരുള്ള ബെഞ്ചാണ്. ആ ബെഞ്ച് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദ്യമായി ഉന്നയിച്ചപ്പോൾ സതീശന്റെ ശരീരഭാഷയും ആ ചോദ്യങ്ങളോടുള്ള പുച്ഛവും, ഡിവിഷൻ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞാലും ജഡ്ജിമാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സതീശനുള്ള മനോഭാവമെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ? ഞാൻ ചോദിക്കട്ടെ ഏത് ഡിവിഷൻ ബെഞ്ചായാലും ആയിക്കോട്ടെ ഞാൻ കേസിന്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയുന്നത് ഡിവിഷൻ ബെഞ്ചിനാണ്, ദേവസ്വം ബെഞ്ചിനാണ്. അപ്പൊ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലില്ലേ? അപ്പൊ സിംഗിൾ ബെഞ്ചിനെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത് അവര് തെറ്റിദ്ധരിപ്പിച്ചാണെന്ന്? ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ കുറിച്ചാണോ നിങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നാലേ ഞാൻ മറുപടി പറയട്ടെ? നിങ്ങൾ എന്റെ ഇടയിൽ ചോദിക്കല്ലേ, പ്ലീസ്. അതിനൊരു ഇനി വേറെ എന്തെങ്കിലും ചോദിച്ചോ, ഒരുമിച്ച് പറയാം. എല്ലാ ചോദ്യം കൂടി ഒരുമിച്ച് ചോദിക്കും. ഇനി വല്ലതും ഉണ്ടാ അങ്ങ് ചോദിച്ചോ? അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ മാത്രം ചോദിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ചില ചാനലുകളിൽ നിന്ന് കൈരളി പോലുള്ള ചില ചാനലുകളിൽ ഒന്ന് ശല്യപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല. കണ്ടില്ലേ ഏത് ഡിവിഷൻ ബെഞ്ച്? എന്തായാലും ഡിവിഷൻ ബെഞ്ച് ഞാനല്ലേ അതിനേക്കാളും മുകളിലുള്ള ആള്. പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ ആരാ? മുഖ്യമന്ത്രിക്ക് മുകളിലാണ്, കോടതികൾക്ക് മുകളിലാണ്.